പിന്നെ ആരാ? അല്ലാഹു ഖയ്യൂമാണ്. ഖയ്യൂമാണ് അല്ലാഹു. സ്വയം നിലനിൽക്കുന്നവനും മറ്റുള്ളവനെ നിയന്ത്രിച്ച് നിലനിർത്തിപ്പോരുന്നവനുമാണ് അല്ലാഹു. അല്ലാഹു നീ ആ റഹ്മത്തിൽ നിന്ന് ഞങ്ങൾക്കും നൽകണമേ പഠിച്ചു. മുഅ്മിനീങ്ങളെ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അവനാണ് ജീവിക്കുന്നവൻ, അവൻ ഖയ്യൂമുമാണ്. ഖയ്യൂം എന്നാൽ സ്വയം നിലനിൽക്കുന്നവനാണ്, ഒരാൾ ഉണ്ടാക്കിയിട്ടുണ്ടായതല്ല. അവന്റെ ഖിയാം ഒരാൾ നൽകിയതല്ല, അവൻ ഒരാൾ ഉണ്ടാക്കിയതല്ല, അവനുള്ളവനാണ്. അവന്റെ ഉണ്മക്ക് ഒരാളുടെയും പ്രേരണയില്ല, ഒരാളുടെയും ഉണ്ടാക്കലില്ല, ഒരാളും പിന്നിൽ പ്രവർത്തിക്കേണ്ടതുമില്ല. അവൻ ഉണ്ടായവനല്ല, അവനുള്ളവനാണ്. അവൻ സ്വയമായി ഉള്ളവനാണ്, സ്വയമായി നിലനിൽക്കുന്നവനും മാത്രമല്ല എല്ലാത്തിനെയും നിലനിർത്തിപ്പോരുന്നവനുമാണ്, നിയന്ത്രിച്ച് നിലനിർത്തിപ്പോരുന്നവനുമാണ്. അതാണ് അൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അതുകൊണ്ട് ഈ വചനം പറഞ്ഞെടുത്ത് സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അഫ്ളലു അഅ്ളമു അസ്മാഇല്ലാഹി അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹുവിന്റെ അസ്മാകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അൽ ഹയ്യുൽ ഖയ്യൂം ആണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ശ്രദ്ധിക്കണം, നോട്ട് ചെയ്യണം, ചിന്തിക്കണം, ഗൗരവമുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. 12 കോടി കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് സൂര്യൻ എന്ന മഹാഗോളത്തെ റബ്ബ് നിലനിർത്തി തരുന്നില്ലേ? വളരെ ചിന്തിക്കണം. ലക്ഷക്കണക്കായ 3 ലക്ഷത്തിലേറെ കിലോമീറ്ററുകൾ അപ്പുറത്ത് രാത്രിയിൽ നക്ഷത്രമായ ചന്ദ്രനെ അല്ലാഹു നിലനിർത്തി തരുന്നില്ലേ? അവനെല്ലാം നിലനിർത്തി, എല്ലാം. പിന്നെ കോടി പ്രകാശവർഷങ്ങൾക്കകലെയുള്ള ആകാശലോകങ്ങളെ നിലനിർത്തി തരുന്നില്ലേ? എന്തൊക്കെ അവൻ ചെയ്യുന്നത്? അതുകൊണ്ട് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അവന്റെ കൽപ്പന കൊണ്ട് ആകാശം നിലനിൽക്കുന്നു, ഭൂമിയും. പിന്നെ അല്ലാഹു നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ പുറപ്പെട്ടു വരേണ്ടി വരും. അല്ലാഹു ആ ദിവസം നല്ല രൂപത്തിൽ പുറപ്പെട്ടു പോകാൻ തൗഫീഖ് ചെയ്യട്ടെ. വിളിക്കും നിങ്ങളെ, അല്ലാഹു വിളിക്കും. അപ്പൊ നിങ്ങൾ പുറപ്പെട്ടു പോകും. أنظر إلى أهل لا إله إلا الله يقومون من قبورهم فيقولون الحمد لله الذي أذهب عنا الحزن قال رسول الله اللهم اجعلنا منهم وله من في السماوات والأرض كل له قانتون. എല്ലാവരും അവന് ഭയപ്പെട്ട് കീഴടങ്ങി നിൽക്കുന്നു. എല്ലാം الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان. എല്ലാം അവന്റെ കൽപ്പനക്കാണ് ചലിക്കുന്നത്. 12 കോടി കിലോമീറ്ററുകൾക്ക് ദൂരെയുള്ള സൂര്യനും പിന്നെ ആന്ത്രാമിത ലോകങ്ങളും കോടാനക്കോടി പ്രകാശവർഷങ്ങൾക്ക് അകലെയുള്ള ആന്ത്രാമിത ഗാലക്സികളും പിന്നെയുള്ള നക്ഷത്രക്കൂട്ടങ്ങളും എല്ലാം അല്ലാഹുവിന്റെ പ്രത്യേകമായ കൽപ്പന കൊണ്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നു, നിലനിൽക്കൊണ്ടിരിക്കുന്നു. അവനാണ് അവയെ നിലനിർത്തുന്നത്. അവൻ ഖയ്യൂമാണ്, അവൻ സ്വയമായി നിലനിൽപ്പുള്ളവനാണ്. അവന് മറ്റൊരാളെയും ആവശ്യമില്ലല്ലോ. ഒരു പുൽക്കൊടി നിലനിൽക്കണമെങ്കിൽ അവന്റെ അധികാരത്തിൽ നിന്ന് ലഭിക്കണമല്ലോ, അവന്റെ റഹ്മത്തിൽ നിന്ന് ലഭിക്കണമല്ലോ.
പറഞ്ഞപ്പോൾ എല്ലാം അവനിലേക്ക് ഒതുങ്ങുകയാണ്. ആകാശത്തോട് പറഞ്ഞല്ലോ അവൻ ഒന്നിരിക്കൽ വഴിപ്പെട്ട് വരിക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് വഴിപ്പെട്ട് സ്വീകരിക്കുക, അനുസരിക്കുക, അല്ലെങ്കിൽ ഞാൻ വഴിപ്പെടുത്തും. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ സുമേധയാ വഴിപ്പെട്ടുകൊള്ളാമെന്ന് ആകാശവും പറഞ്ഞു അള്ളാഹുവോട് ഭൂമിയും. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഒന്നുമില്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് നിന്നെ പടച്ചവനാണ്. എന്നിട്ട് നിലനിർത്തുന്നവനായ അവന് ഇനി നിന്നെ ഒന്ന് പടക്കാൻ എന്ത് പ്രയാസമാണ്. ആവർത്തിക്കുക എന്നത് സത്യത്തിൽ നിസ്സാരമല്ലേ? അതൊക്കെ എളുപ്പമല്ലേ? നീ ചിന്തിക്ക്. ഈ പ്രസംഗം കേൾക്കുന്നതിന്റെ പരിസരത്ത് ഹിന്ദുവും ഉണ്ടാകും, ക്രിസ്ത്യാനിയും ഉണ്ടാകും, മതമില്ലാത്തവനും മുസ്ലിം എല്ലാം ഉണ്ട്. ഇതെല്ലാവർക്കും വേണ്ടിയാണ്. ഇന്നത്തെ തമാശയല്ല, അല്ലാഹുവിന്റെ കോടതിയിൽ എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ഖുർആൻ. ഖുർആൻ മാപ്പിളമാരെ ഗ്രന്ഥമല്ല. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. സകല മനുഷ്യർക്കും വെളിച്ചത്തിന്റെ ഇരുട്ടിന്റെ തമസിന്റെ ഗഹ്വരങ്ങളിൽ നിന്ന് ഇരുട്ടിന്റെ കവാടായനങ്ങൾ തുറന്ന് വെളിച്ചത്തേക്ക് ചാടാനുള്ള ഒരേ ഒരു വഴി വിശുദ്ധ ഖുർആനാണ്. ഇതെല്ലാവർക്കും വേണ്ടിയാണ്. ലോകത്തിന്റെ നാനാഭാഗത്തും ആട്ടും തുപ്പുമേറ്റിട്ടും ഈ ഒരു പ്രഗൽഭ സമുദായം ഈ ഒരു വെളിച്ചത്തിന്റെ വേദഗ്രന്ഥം കൈവശം വെക്കുന്നത് ഇത് വഹ്ദാനിയത്തിന്റെ അല്ലാഹുവിന്റെ ഏകത്വത്തിന്റെ ഒരേ ഒരു ഗ്രന്ഥം എന്നതുകൊണ്ടാണ്. ഇതിനു പകരം ഒരു ഗ്രന്ഥം ഇന്ന് ലോകത്ത് ഇല്ലാത്തത് കൊണ്ടാണ്. വെളിച്ചത്തിലേക്ക് വരാൻ ഇതല്ലാത്തൊരു വഴിയില്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ കടമ നിർവഹിക്കുകയാണ്. ഈ പ്രസംഗം കേൾക്കാൻ ഇടവരുന്ന, കാസറ്റ് കേൾക്കാൻ ഇടവരുന്ന നാട്ടിലും വിദേശത്തുമുള്ള അമുസ്ലിം സഹോദരങ്ങളോടും ഞാൻ എൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കുകയാണ്. നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം. പഠിച്ചാൽ മാത്രം പോരാ, ഇസ്ലാമാകണം. ഇസ്ലാം ലോകത്തെ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴിയാണ്. പഠിച്ച ബോധം തരട്ടെ. എന്തിനാണ് നമ്മൾ ഈ മറച്ചു വെച്ച് നടക്കുന്നത്? ഇതൊക്കെ സത്യമാണ്. സത്യം പറഞ്ഞിട്ടൊരു വർഗീയ കലാപവും ഉണ്ടാവാനില്ല ഇവിടെ. എന്നാലോ നിർബന്ധവുമില്ല. നിങ്ങൾ സ്വയം ചിന്തിക്കേണ്ടതാണ്. വെളിച്ചത്തെ വേണ്ടവരെ വെളിച്ചം ആ കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു നടന്നൊടുക്കം നിരീശ്വരത്വത്തിൽ അടിഞ്ഞു വീണു നിരസ്ത വിശ്വാസറേബിയക്കാർ. കുറുമ്പും മാറാത്ത ഖുറൈശി വര്യർ കോടിക്കൊടുത്തേൻ പലവട്ടവും താൻ. നിങ്ങൾ കൂപ്പും കല്ലല്ല മരമല്ലാഹു സർവാധിപശക്തനേകൻ. ഇവർക്കിരുട്ടെ പ്രിയമിത്ര മൂടി കെടുക്കയായി കൈത്തിരി കൊണ്ടു ചെന്നാൽ മിന്നുങ്ങിൻ ചെറുടാം വെളിച്ചം പോലും സഹിക്കാത്ത തമസിതേടോ. ധർമ്മമേനിൻ കെടുമഞ്ഞു വീഴായി ഗഹമ്മറിൻ സജ്വരമായ നെഞ്ചിൽ ചന്ദ്രാർ കരെ കൈകളിൽ വെച്ചുടന്നാൽ പോലും നിറുത്തില്ല ഇവനി പ്രയത്നം. അതാണ് ഇതൊക്കെയാവാം നിനവായിരത്തി 300 കൊല്ലത്തിനു മുമ്പൊരിക്കൽ മക്കായിലെ കൈ വഴിയൊന്നിലൂടെ നടന്നു പോവും നബി തൻ മനസ്സിൽ. പുണ്യ റസൂൽ മുഹമ്മദുൻ വഹുവ അഹ്മദുൽ ഹമീദീന വ അഹ്മദുൽ മഹ്മൂദീന മുഹമ്മദുൻ സയ്യിദുനാ മുഹമ്മദുൻ. അതുകൊണ്ട് വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദു വഹുവ അഹ്വനു അലൈഹി. ഇനി ഒരിക്കൽ നമ്മളെ വീണ്ടും ഈ ഭൂമിയിൽ നിന്ന് പടക്കുക അള്ളാഹ്ക്ക് നിസ്സാരമാണ്. മറ്റതൊക്കെ കളിയാണ് കേട്ടാ. അതാണ് സത്യം. അള്ളാഹിന്റെ കോടതിയിൽ വരേണ്ടി വരും. ആകാശങ്ങളിലും ഭൂമിയിലും ഉന്നതമായ അവസ്ഥയുള്ള റബ്ബിന്റെ തീരുമാനത്തിന് മാത്രമാണ്.
റബ്ബാണ്, റബ്ബിൻ്റെ തീരുമാനമാണ്, എല്ലാം റബ്ബിൻ്റെ കൽപ്പനയാണ്. അല്ലാതെ ഒന്നും നടക്കില്ല. ചിന്തിക്കണം. അക്രമികളായ ആളുകൾ ചിന്തിക്കുന്നില്ല. വിജ്ഞാനമില്ലാതെ സ്വയം ഇച്ഛക്ക് പിൻപറ്റിയവരാണ്. ഇല്ലാത്ത ദൈവങ്ങളെ സങ്കല്പിച്ചുണ്ടാക്കിയവർ. അവയൊന്നും ഒരു പുൽക്കൊടി പോലും ഇവിടെ സൃഷ്ടിച്ചിട്ടില്ല. കയ്യും അല്ലാഹു മാത്രമാണ്, നിലനിർത്തുന്നത് അല്ലാഹു മാത്രമാണ്. ഒരാൾക്കും അധികാരമില്ല. ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ഫാഖിം വജ്ഹക ലിദ്ദീനി ഹനീഫാ ഫിത്രത്തുല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ. നിന്നെ സൃഷ്ടിച്ച ആ അനർഘമായ ആ സുന്ദരമായ അവസ്ഥയിലേക്ക് തിരിച്ചു പോകണം. നിന്റെ ഖാലിഖല്ലാതെ, നിന്റെ സൃഷ്ടാവല്ലാതെ നിന്റെ മനസ്സിൽ ഒന്നുമില്ലാതെയാണ് നിന്നെ പടക്കപ്പെട്ടിട്ടുള്ളത്. ആ അവസ്ഥയിലേക്ക് തിരിച്ചു പോവുക. നിന്റെ മുഖത്തെ, നിന്റെ ശരീരത്തെ ഈ സത്യമതത്തിലേക്ക് തിരിച്ചു വെക്കുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ മഹാവെളിച്ചത്തിലേക്ക് ഞാൻ എല്ലാ സഹോദരങ്ങളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഖുർആനിൻ്റെ മുറ്റത്തേക്ക് എല്ലാ ഹൈന്ദവരെയും ക്രൈസ്തവരെയും മതമില്ലാത്തവരെയും പിന്നെ എന്താണ് മതമെന്നറിയാതെ നടക്കുന്ന ബോധമില്ലാത്ത മുസ്ലിമീങ്ങളെയും എല്ലാവരെയും അല്ലാഹുവേ എല്ലാവർക്കും ഈ ബോധം നൽകണമേ പഠിച്ചാൽ. ഉറക്കപ്പറ അല്ലാഹുവേ ഈ ബോധം എല്ലാവർക്കും നീ നൽകണമേ റബ്ബേ. അതുകൊണ്ട് നിന്നെ സൃഷ്ടിച്ച നിലനിർത്തിപ്പോരുന്ന അല്ലാഹു എന്ന മഹാനില്ലേ, ആ മഹാനിലേക്ക് നീ അങ്ങോട്ട് തിരിയുക. അതാണ് മതം, അതാണ് ശരിയായ മതം. അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണ്ട, വേറെ അങ്ങോട്ടും നീ പോവണ്ട. സൂറത്ത് റൂം 25 മുതൽ 30 വരെ. ഫാഖിം വജ്ഹക ലിദ്ദീനി ഹനീഫാ ഫിത്രത്തുല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ. പുണ്യ റസൂൽ പുണ്യ റസൂൽ പുണ്യ റസൂൽ ഒരിക്കൽ പറഞ്ഞു, യഖൂലുല്ലാഹ് ഇന്നി ഖലഖതു ഇബാദി ഹുനഫാ ഫജാഅതുഹുമുശ് ശയാത്തീനു ഫജതഅലതുഹും അൻ ദീനി. ഞാൻ എൻ്റെ അടിമകളെ നല്ലവരായിട്ടാണ് തൗഹീദിൻ്റെ മേലാണ് പടച്ചിട്ടുള്ളത്. എൻ്റെ അടിമകളെ എല്ലാവരും ഏകദൈവവിശ്വാസിയായിട്ടാണ്. ഫിർഔനെയും ഹമാനെയും ലഅനത്തുല്ലാഹി അലൈഹി, നമ്രൂദിനെയും ലഅനത്തുല്ലാഹി അലൈഹി, ഉറക്കപ്പറ ലഅനത്തുല്ലാഹി, എല്ലാവരും ജോർജ് ബുഷിനെയും അലക്സാണ്ട്രയെയും എല്ലാവരും, സ്റ്റാലിനെയും ലെനിനെയും കാൾമാക്സിനെയും ആംഗൽസിനെയും ട്രോട്സ്കിയെയും ഗെറ്റയെയും എല്ലാവരെയും പഠിച്ചിട്ടുള്ളത് തൗഹീദിന് മേലാണ്. ഓക്കെ, അത് ഗെറ്റയായാലും അത് ഫ്രാങ്ക്ഫർട്ടിന്റെ പൂങ്കുയിലെന്ന് ലോകം വിശേഷിപ്പിച്ച ഗെറ്റയായാലും അത് കനേഡിയൻ കവിയായ പാബ്ലോ നെരൂദയായാലും അല്ലെങ്കിൽ അക്ഷരത്തിന്റെ സ്തോപജന്യമായ അക്ഷരം കൊണ്ട് ലോകത്തിന് സാഹിത്യം പഠിപ്പിച്ച നെരൂദയായാലും ആരായാലും മോപ്പസങ്ങായാലും അല്ലെങ്കിൽ സമാധാനത്തിന്റെ കഥ എഴുതിയിട്ടുള്ള സാക്ഷാൽ റഷ്യൻ വിപ്ലവത്തിന്റെ മുഖക്കണ്ണാടിയാണെങ്കിലും ആരാണെങ്കിലും വാറാൻ പീസ് എഴുതിയ ലിയോ ടോൾസ്റ്റോയ് ആയാലും ഈ ലോകത്ത് കടന്നു വന്ന ആരായാലും എല്ലാവരെയും ഭൂമിയിൽ ഇരുന്നിട്ട് ടെക്സാസിലെ നാസയിൽ ഇരുന്നിട്ട് കോടിക്കണക്കായ പ്രകാശവർഷങ്ങൾക്കകലെയുള്ള നക്ഷത്രങ്ങളെ കുറിച്ച് പറഞ്ഞ കാൾസാഗനായാലും എല്ലാം അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് തൗഹീദിന്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ അവർ അതിൽ നിന്ന് അബദ്ധത്തിൽ നീങ്ങിപ്പോയതാണ്. പിശാച് അവരെ സമീപിച്ചതാണ്. അല്ലാഹു കാക്കട്ടെ. കാൾസാഗനൊക്കെ വലിയ ചിന്തയാ പറഞ്ഞത്. 27,000 കോടി പ്രകാശവർഷങ്ങൾക്കകലെ നക്ഷത്രങ്ങളുണ്ടെന്ന് ഭൂമിയിൽ പറഞ്ഞത് ഒരാൾ കാൾസാഗനാണ്. വലിയ ജീനിയസാ, കഴിവുള്ളവനാണ്. എന്നിട്ടും അയാൾ പറഞ്ഞു 27,000 കോടി പ്രകാശവർഷങ്ങൾക്കകലെയുള്ള നക്ഷത്രം ആണ് ഇതുവരെ ഞങ്ങൾ ആസ്ട്രോഫിസിക്സ് കണ്ടെത്തിയതിൽ ഏറ്റവും ദൂരത്തുള്ളത്. എന്നാൽ ഞങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് മൊത്തം പ്രപഞ്ചത്തിൻ്റെ 3% മാത്രമാകാനാണ് സാധ്യത എന്നാണ് അയാൾ പറഞ്ഞത്. ഇതുവരെ ആസ്ട്രോണമി കണ്ടെത്തിയിട്ടുള്ളത് മൊത്തം പ്രപഞ്ചത്തിൻ്റെ
3% മാത്രമാണ് ഇതുവരെ. അതിൽ 27,000 കോടി പ്രകാശവർഷങ്ങൾ. പ്രകാശത്തിന് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് 8.5 മിനിറ്റാണ്. പ്രകാശത്തിന് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് അങ്ങോട്ട് പറയും, ഉറങ്ങല്ല. പ്രകാശത്തിന് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് 8.5 മിനിറ്റാണ്. സൂര്യൻ 12 കോടി കിലോമീറ്റർ അപ്പുറത്തുമാണ്. 12 കോടി കിലോമീറ്റർ ദൂരമുള്ള സൂര്യനിലേക്ക് പ്രകാശത്തിന് ആകെ ദൂരം സമയം 8.5 മിനിറ്റാണ്. അങ്ങനെയുള്ള പ്രകാശത്തിന് 27,000 കോടി വർഷങ്ങൾ സഞ്ചരിച്ചാൽ എത്തുന്നത് ലോകത്തും ആന്ത്രമീത ഗാലക്സികളുണ്ട് എന്നാണ് കാൾ സാഗൻ പറഞ്ഞത്. എന്നാൽ ഇതുവരെ കണ്ടെത്തിയത് മൊത്തം പ്രപഞ്ചത്തിൻ്റെ 3%. പറയണ്ട, വയ്യ, തലവേദന. ഞാനിന്ന് കമ്പ്യൂട്ടർ കാൽക്കുലേറ്റർ ഒന്ന് അടിച്ചു നോക്കി. കാൽക്കുലേറ്റർ കൊള്ളണ്ടേ? കാൽക്കുലേറ്റർ കൊള്ളൂ. ഈ കണക്ക് അതെല്ലാം നിലനിർത്തുന്നത് റബ്ബാണ്. ഈ പുൽക്കൊടിയെ കുറിച്ച് അവന് ബോധമുണ്ട്, അതിനെക്കുറിച്ച് അവന് ബോധമുണ്ട്, ഒക്കെ ഉണ്ട്. ഈ പുൽക്കൊടിയും അത് ഒക്കെ കൃത്യമാക്കല്ലോ. അല്ലാഹുവേ, എൻ്റെ മാറ്റം എത്ര വലുത്. ഇത് പറയാൻ ലോകത്തൊരു കിതാബില്ല പൊന്നുമോനെ, അത് ഖുർആനേ ഉള്ളൂ. മലമുകളിൽ കത്തിച്ചു വെച്ച വിളക്ക് പോലെയാണ് വിശുദ്ധ ഖുർആൻ. തീ കത്തിച്ചതുപോലെയാണ്, ആരും കാണും. പഴയ കാലത്ത് വീട്ടുമുന്നിൽ തീ കത്തിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നത്രേ പഴയ കാലത്ത്. അതിൻ്റെ അർത്ഥം ആ വീട്ടിൽ വിരുന്നുണ്ട്, ആർക്കും കയറി ഭക്ഷണം കഴിക്കാനാണ്. വീട്ടിൻ്റെ പുറത്ത് അവർ തീയിടും. വീട്ടിൻ്റെ പുറത്ത് തീയിട്ടാൽ വീട്ടിലകത്തും ആ പുറത്ത് ഉള്ളിൽ കയറി ആർക്കും ഭക്ഷണം കിട്ടുമെന്നാണ്. ഇത് മലമുകളിൽ തീ വെച്ചതാണ്. എല്ലാവർക്കും അവിടെ വന്ന് ഭക്ഷണം കഴിക്കാം. ഏതാ ഭക്ഷണം? ഖുർആൻ. മലമുകളിൽ കത്തിച്ചു വെച്ച തീയാണ് വിശുദ്ധ ഖുർആൻ, ആർക്കും കാണാം. അതുകൊണ്ട് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതും നിലനിർത്തുന്നതും അല്ലാഹുവാണേ. അതുകൊണ്ട് എല്ലാവരും അല്ലാഹുവിൽ സറണ്ടർ ആകണം. എല്ലാവരും എൻ്റെ ബാധ്യത നിർവഹിക്കുകയാണ്. മുസ്ലിം സഹോദരങ്ങൾ പ്രത്യേകിച്ചും ചിന്തിക്കണേ. നിർബന്ധമൊന്നുമില്ല, പക്ഷെ ചിന്തിക്കണം. നിങ്ങൾക്ക് വേണ്ടി രക്ഷ, നമ്മളൊക്കെ രക്ഷപ്പെടണ്ടേ. അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തി സ്വർഗം വേണ്ടേ. അള്ളാഹിൻ്റെ കൽപ്പനകൾ പാലിക്കണ്ടേ, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ മനസ്സിലാക്കണ്ടേ. അതിൻ്റെ ഒരു സൗന്ദര്യം മറ്റൊന്നിനുമില്ല. ആരെയും നമിക്കണ്ട, അള്ളാഹു അല്ലാതെ ഒന്നിനെയും ഭയപ്പെടേണ്ട, ഒന്നിനെയും നമിക്കേണ്ട, ഒന്നിനെയും